ഡൽഹിയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ കാറിടിച്ചു കൊന്നു. കൊല്ലപ്പെട്ടത് നക്ലോയ് പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ സന്ദീപ്. വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടതിൽ പ്രകോപിതനായ ഡ്രൈവർ കാറിടിച്ചു കയറ്റുകയായിരുന്നു. മലപ്പുറം എടപ്പാളിൽ പ്രാർത്ഥനകളുടെ നിറവിൽ നടുവട്ടം ഉറൂസിന് സമാപ്തി. സമൂഹ സിയാറത്തോടെ തുടങ്ങിയ ഉറൂസ് മുബാറക്കിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. പ്രാർത്ഥനയ്ക്ക് കക്കിടിപ്പുറം സ്വാലിഹ് മുസ്ലിയാർ നേതൃത്വം നൽകി. ജയ്പൂരിൽ മുസ്ലിം വിഭാഗത്തിലുള്ള പച്ചക്കറി കച്ചവടക്കാരനെ മർദ്ദിച്ച വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്ത യുവാവ് അറസ്റ്റിലായത് അൻഷുൽ ഡാഢിച്ച് എന്ന യുവാവ്. ജയ്പൂരിലെ ബ്രഹ്മപൂരിൽ വെച്ചായിരുന്നു ഷാറൂസ് എന്ന കച്ചവടക്കാരനു നേരെ അതിക്രമം നടന്നത്. കോഴിക്കോട് കൂമ്പാറ കക്കാടംപൊയിൽ റോഡിൽ സ്കൂട്ടർ മറിഞ്ഞ അപകടത്തിൽ വിനോദസഞ്ചാരികളായ 2 വിദ്യാർത്ഥികൾക്ക് ഗുരുതര പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. നീലേശ്വരം സർവീസ് സഹകരണ ബാങ്കിൽ മുക്കുപണ്ടം പണയപ്പെടുത്തി തട്ടിപ്പ് നടത്തിയ 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. നീലേശ്വരം പോലീസ് കേസെടുത്തത് KV സുമേഷ്, P രാജേഷ് എന്നിവർക്കെതിരെ. നീലേശ്വരം സർവീസ് സഹകരണ ബാങ്കിലെ മേൽ ബ്രാഞ്ചിലും സായാഹ്ന ശാഖയിലുമാണ് പ്രതികൾ മുക്കുപണ്ടം പണയം വെച്ചത്. തൃശൂർ പാടൂരിൽ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. 1979 സ്ഥാപിതമായ സ്കൂളിൽ 2024 വരെ സർവീസിൽ നിന്ന് വിരമിച്ച അധ്യാപിക അനധ്യാപകരുടെ പൂർവ്വ സംഗമമാണ് നടന്നത്. US പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും നിലവിലെ വൈസ് പ്രസിഡന്റുമായ കമല ഹാരിസിനെതിരെ അധിക്ഷേപം ആവർത്തിച്ച് ഡൊണാൾഡ് ട്രംപ്. മാനസിക വെല്ലുവിളി നേരിടുന്നയാളാണ് കമലയെന്നായിരുന്നു ട്രംപിന്റെ പരാമർശം. വിസ്കോസിനിൽ നടന്ന തിരഞ്ഞെടുപ്പ് പരിപാടിയിലാണ് ട്രംപിന്റെ പരാമർശം. പാലക്കാടിൽ വെബ്സൈറ്റുകൾ റിവ്യൂ ചെയ്ത് പണം സമ്പാദിക്കാമെന്ന പേരിൽ യുവതിയിൽ നിന്ന് പണം തട്ടിയ സംഘം പിടിയിലായത് പാലക്കാട് സ്വദേശികളായ ബിൻഷാദ്, ഷമീൽ, സിനാസ് എന്നിവർ. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ 2ാം പ്രതി ഡോക്ടർ ശ്രീകുട്ടിയുടെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. ജില്ലാ സെഷൻസ് കോടതി ജാമ്യാപേക്ഷയിൽ നാളെ വിധി പറയും. കേസിൽ പ്രേരണാ കുറ്റമാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്.